ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് ലാവണ്യ നമ്മുടെ അശ്വിനോട് പറയാണ്, ഇന്നെന്തായാലും നീ ലീവ് അല്ലേ അശ്വിൻ ചേട്ടാ, നമുക്ക് ലഞ്ചിന് പുറത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ഇല്ലില്ല എനിക്ക് പറ്റുമെന്നില്ല, പിന്നെ നിനക്ക് അതിനുള്ള സമയമില്ലല്ലോ, നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഒരാളിവിടെ വരില്ലേ, ആരുടെ കാര്യമോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നിന്റെ അടുത്തേക്ക് ഒരാൾ വരാറുണ്ടല്ലോ ഇവിടെ. ഓ, ആ കാർട്ടൂൺ ബേബിയുടെ കാര്യമാണോ? അതെ അതെ, എന്തായിരുന്നു അവളുടെ പേര് എന്ന് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും ലാവണ്യ ഇങ്ങനെ അത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് മുത്തശ്ശി പറയണ്ട്, എന്തായാലും നീ വഴക്ക് പറയാനാണെങ്കിലും അവളുടെ കുറിച്ചൊന്ന് ആലോചിച്ചല്ലോ എന്തെങ്കിലും മുത്തശ്ശിയെ പുച്ഛിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിനോട് പറയുന്നുണ്ട് അഞ്ജലി, ഓ ഇന്ന് ശ്രുതി വരില്ല എന്നിങ്ങനെ പറയാണ്. എന്ത്, ഞങ്ങളുടെ ശമ്പളം വാങ്ങിച്ചിട്ട് അവൾ ഇന്ന് ജോലിക്ക് വരില്ലെന്നോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, അവൾ എന്നോട് പറഞ്ഞിട്ടാ കുഞ്ഞ ലീവ് എടുത്തത് എന്നിങ്ങനെ പറയുവാണ്. ആ സമയം ഷ്യാം പറയുന്നുണ്ട്, അളിയ കൂൾ, അത് നോക്ക്, ഇന്ന് ഞാൻ എൻ്റെ അഞ്ജലി മോളിൽ എടുത്തിരിക്കാൻ വേണ്ടി ലീവ് എടുത്തില്ലേ, ദേ അളിയനും ഇന്ന് ലീവാണല്ലോ, അതുപോലെ തന്നെ ആ കുട്ടിക്കും ആ കുട്ടിയുടെ വീട്ടുകാരുടെ കൂടെയൊക്കെ ഇരിക്കണ്ടേ, അതുകൊണ്ട് ലീവ് എടുത്തു, പിന്നെ എപ്പോഴെപ്പോഴും ലീവ് എടുക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ അത്, അതുകൊണ്ട് ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടുകാരുടെ കൂടെ ആ കുട്ടി ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ മനസ്സ് വിചാരിക്കുകയാണ്, പക്ഷേ അവളോടൊന്ന് സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് എടുത്തുനിന്ന് ഇവിടെ ഇരുന്നത്, അപ്പോൾ അവളിന്ന് വരില്ലെന്നോ എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ അശ്വിൻ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. ആ സമയം നമ്മുടെ വീട്ടിലാണെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ അമ്മ എടുത്ത് ചോദിക്കണ്ട്, എല്ലാ രാധേ, അയാളുണ്ടല്ലോ ആ ശ്യാമ, അയാൾ രാത്രി ഇവിടെ അല്ലേ തങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഓ ശ്യാമോന്റെ കാര്യം പറയാതിരിക്കണേ നല്ലത്, ആള് തിരക്കുള്ളൊരു വക്കീലാണല്ലോ, രാവും പകലും നിലണ്ട് ചില സമയത്ത് ഇവിടെ നിന്ന് പോകും, പിന്നെ വന്ന് ഇല്ലെങ്കിൽ ഇല്ല, ഭയങ്കര തിരക്കുള്ള വക്കീലാണ് എന്നിങ്ങനെ പറയുവാണ്. അല്ല രാത്രിയും കോടതിയൊക്കെ ഉണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഷ്യാമോനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ്, അത് കുറച്ച് കഴിയുമ്പോൾ ചേട്ടന് മനസ്സിലാവും, പിന്നെ തിരക്ക് കാരണം അവനിവിടെ വരാൻ പറ്റില്ല, ചേട്ടൻ്റെ ഈ സംശയമൊന്നും മാറിയില്ലേ എന്നിങ്ങനെ ചോദിക്കണം എന്നിടത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയുടെ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുക കേട്ടോ. ബെല്ലടിക്കുമ്പോഴേക്കും നമ്മുടെ അമ്മായി പറയണ്ട, ആ ശ്രുതി മോളെ ഇത് നിന്റെ ഫോണാണ് ബെല്ലടിക്കണമെന്ന് പറയുമ്പോൾ ശ്രുതി ഫോൺ എടുക്കുവാണ്. ഹലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ അശ്വിനായിരിക്കും കേട്ടോ. അശ്വിനൊന്ന് സോറി പറയാൻ വേണ്ടി ശ്രുതിനെ വിളിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പം അച്ഛൻ ചോദിക്കേണ്ട, ആരാ ശ്രുതി മോളെ വിളിച്ചത്? അറിയില്ല അച്ഛാ, ഹലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് മറുപടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഫോണോട് വെച്ചിട്ടിങ്ങനെ അവർ സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ മനസ്സിനെ വിചാരിക്കുകയാണ്, ഈശ്വര അവൾ ഇന്ന് ലീവാണ്, അവൾക്കൊന്ന് സോറി പറയാനൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഫോൺ വിളിച്ചപ്പോൾ കിട്ടണമില്ലല്ലോ, ഒരു പ്രാവശ്യം കൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഒന്നും കൂടി ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കണം. അപ്പം ബെല്ലടിക്കുന്നുണ്ട്. ശ്രുതി വീണ്ടും ഫോൺ എടുക്കുകയാണ്. ഹലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ഇങ്ങനെ തൊച്ചുണ്ടാക്കുക കേട്ടോ. അതായത് പറയാൻ വേണ്ടി പറ്റുന്നില്ല അശ്വിൻ. അപ്പം ആ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവും അപ്പുറത്ത് നിന്നിട്ടൊരു ആണാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് ശ്രുതി മനസ്സിലാക്കണം, എടോ തനിക്കൊരു നാണുമില്ലേടോ, പെമ്പിളയുടെ നമ്പർ എങ്ങനെയെങ്കിലും തപ്പിപ്പെരക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താൻ വേണ്ടി തനിക്ക് എന്താ ഇത്തിരി മാനേഴ്സ് ഇല്ലേടോ എന്ന് പറയണ, ഓരോരുത്തർ ഇറങ്ങിക്കോളും നരമ്പ് രോഗികൾ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാട്ടോ ശ്രുതി. ആ സമയത്ത് അശ്വിൻ അവളോട് സോറി പറയാൻ വേണ്ടി വിളിച്ചിട്ട് ഒന്നും പറയാനും പറ്റിയില്ല, ഇനി എന്ത് ചെയ്യും എന്ന് അശ്വിനെ ആലോചിക്കുകയാണ്. അതേസമയം ശ്രുതിക്കൊരു തോന്നല്, ഇനി അശ്വിനെങ്ങാനും ആയിരിക്കും വിളിച്ചത്, ആ കടലമിഠായി എൻ്റെ ഫോണിൽ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ ആ കടലമിഠയുടെ നമ്പറാണെങ്കിൽ എൻ്റെ ഫോണിലും ഇല്ല, അയാളാണ് വിളിച്ചതെന്ന് എങ്ങനെ അറിയാൻ പറ്റും, തിരിച്ച് വിളിച്ചാലോ, വേണ്ട, അയാളെങ്ങാനും ആണെന്നുണ്ടെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഫോൺ അവിടെ തന്നെ വെക്കുക. അപ്പം നമ്മുടെ അച്ഛൻ ചോദിക്കേണ്ട, ആരാ ശ്രുതി മോളെ വിളിച്ചത്? എനിക്കറിയില്ല അച്ഛാ, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ വെക്കുക കേട്ടോ. അതേസമയം വീട്ടിലാണെങ്കിൽ നമ്മുടെ അശ്വിൻ്റെ അടുത്തേക്ക് ലാവണ്യ വരുന്നുണ്ട്. അശ്വിൻ ചേട്ടാ, ഇന്നൊരു പാർട്ടി ഉണ്ട്, രേഷ്മയൊക്കെ എന്നോട് വരാമെന്ന് പറഞ്ഞു, പക്ഷെ അവർ പറ്റിച്ചു, അശ്വിൻ ചേട്ടൻ എൻ്റെ കൂടെ വിരോധം ഇല്ലെങ്കിൽ വരാവോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ദേ നീ ആദ്യം ഈ ചേട്ടാ എന്നുള്ള വിളിയൊന്ന് നിർത്താവോ, സോറി നിനക്ക് അങ്ങനെ വിളിക്കണത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, സത്യം പറയാലോ അശ്വിൻ ചേട്ടാ, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നിന്നെ അങ്ങനെ വിളിച്ച് എൻ്റെ നാവിലും അങ്ങനെ തന്നെയാണ് വരുന്നത് എന്നിങ്ങനെ പറയണം. അതിനുശേഷം അശ്വിൻ പറഞ്ഞോ, ഞാൻ എന്തായാലും പാർട്ടിക്കൊന്നും ഇല്ല അത് പറയാണ്, ഒന്ന് വാന്ന് എൻ്റെ കൂടെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്, എന്താ ഞാൻ ഡ്രിങ്ക്സ് അടിക്കുമെന്നൊക്കെ പേടിച്ചിട്ടാണോ? നീ ഡ്രിങ്ക്സ് അടിച്ചാൽ എനിക്കെന്തായാലും ആവണ്യ, നീ എൻജോയ് ചെയ്യുക, അതിനിപ്പോൾ എന്നോട് എന്തിനാ അനുവാദം ചോദിക്കുകയാണ്. ഓക്കെ കൂൾ, എന്തായാലും ഞാൻ പാർട്ടിക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ അവിടുന്ന് പോകുക കേട്ടോ.
അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ ഒരേന്നിങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അവിടേക്ക് ശ്യാം വരുന്നുണ്ട്. ആ അച്ഛ നീന്ന് ചോദിച്ചു, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയാണ്. അല്ല ശ്യാമിനെ നിന്നും ഇവിടെ കണ്ടേയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാം പറയണ്ട, ഒന്നും പറയണ്ട അച്ഛാ, ഇന്ന് ഓഫീസിൽ എടുപ്പത് പണിയായിരുന്നു, 2-3 ക്ലയൻസിന്റെ കാര്യവും കേസൊക്കെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കവിടെ തങ്കച്ചേട്ടൻ വരുന്നുണ്ട്. ഹലോ ശ്യാം സാറേ, സാർ ഇത് എവിടെയായിരുന്നു? ഞാനിന്ന് മറ്റേ ക്ലയന്റിനെയും കൊണ്ട് സാറിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ സാറിന്റെ ഗുമസ്തൻ പറഞ്ഞു സാറിന്ന് ലീവാണെന്ന്. സാറ് ഇന്ന് ലീവായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്യാമിന് എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ. ശ്യാം അപ്പം തന്നെ, അത് ഞാൻ ലീവൊന്നും അല്ലായിരുന്നു, ഞാനിന്ന് ജില്ലാ കോടതിയിലായിരുന്നു കേസ്, അവിടേക്കാ പോയിരുന്നു. ഓ അങ്ങനെയല്ലേ, എന്ന് ഞാൻ അയാളെ ആ ക്ലയന്റിനെയും കൊണ്ട് നാളെ സാറിന്റെ ഓഫീസിൽ വരട്ടെ. ഓ അതിനെന്താ എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്യാം അച്ഛനോട് പറയണ്ടേ, എന്ത് പറയാനാ, എല്ലാവരുടെയും വിചാരം ഞാൻ എപ്പോഴും ഓഫീസിലിരിക്കുമെന്ന, പല പല കോടതിയിലായിരിക്കില്ലേ അച്ഛാ കേസ് എന്നൊക്കെ പറയട്ടെ. നമ്മുടെ ശ്യാം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എല്ലാം മോളത് എങ്ങോട്ടാ പോകുന്നത് എന്ന് നമ്മുടെ അച്ഛൻ ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട, അതെ ലാവണ്യ മേഡം വിളിച്ചിരുന്നു, അത്യാവശ്യമായിട്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. അയ്യോ മോളെ, ഈ സമയത്തോ? അതെ അച്ഛാ, ഇന്ന് ഞാൻ ലീവായിരുന്നില്ലേ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കും ലാവണ്യ മേഡം വിളിച്ചിട്ടുണ്ടാവുക. മോൾ എങ്ങനെയാ പോവുക, എങ്ങനെ വരും? അച്ഛാ ഇവിടെ നിന്ന് ഞാൻ ഓട്ടോക്ക് പോയിക്കോളാം, തിരിച്ചു വരുമ്പോൾ ഓട്ടോ എവിടെ നിന്ന് കിട്ടുമെന്ന്, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്നെ ഇവിടെ ആക്കിക്കോളും എന്ന് പറയാണ്. അല്ല മോൾ വേണമെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ വന്നോളാം എന്ന് അച്ഛൻ പറയുമ്പോൾ, ഓ സാരമില്ല അച്ഛാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശ്യാം പറയണ്ട, എന്നാലും ഈ സമയത്ത് പോണോടോ, തനിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഈ സമയത്ത് വരാൻ പറ്റില്ലെന്ന്? എന്ത് ചെയ്യാൻ പറ്റും സർ, എനിക്ക് പോയല്ലേ പറ്റൂ, അത്യാവശ്യമായിട്ടേക്ക് ലാവണ്യ മേഡം വിളിച്ചിട്ടുണ്ടാവാ, എങ്കിലും തനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു ഇന്ന് വരാൻ പറ്റില്ലെന്ന് എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട്, അത് ശ്യാമേ അവള് പോയിട്ട് വരട്ടെ, അവളുടെ ജോലി അതാണല്ലോ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ആ ശരിയാ പോയിട്ട് വരട്ടെ എന്ന് ശ്യാമും പറയുവാണ്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി നേരെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് എത്തുവാണ്. ബെല്ലടിക്കുമ്പോഴേക്കും ലാവണ്യ നമ്മുടെ അശ്വിൻ്റെ അടുത്തായിരിക്കും. ഏസ് വരില്ലെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ, അതേ ലാവണ്യ ഞാൻ വരുന്നില്ല ഉറപ്പാണ് എന്ന് പറയുമ്പോഴേക്കും കോളിംഗ് ബെല്ലിൻ്റെ വെച്ച് ലാവണ്യ കേൾക്കുവാണ്. രാമേട്ട അത് ആരാ വന്നേന്ന് നോക്കിക്കേ, ചിലപ്പോൾ ശ്രുതി ആയിരിക്കും എന്ന് പറയുവാണ്. എന്ത് ശ്രുതിയോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, അതെ നീ വരില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ശ്രുതിനെ വിളിച്ചു വരുത്തി എന്ന് പറയട്ടെ, ഞാൻ ശ്രുതിയുടെ കൂടെ പോകുക എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ശ്രുതി ഈ സമയത്ത് എന്തായാലും ശ്രുതിനൊന്ന് പോയി കാണാം എന്ന് വെച്ചിട്ട് അശ്വിൻ നിലത്തേക്ക് വരുവാണ്. ആ സമയത്ത് ശ്രുതി നിലത്ത് വെയിറ്റ് ചെയ്യുക കേട്ടോ. ലാവണ്യ വരുന്നുണ്ട്. നീ വന്നു ശ്രുതി ഒരു ഒറ്റ സെക്കൻഡ് ഞാൻ ബാഗ് എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് ലാവണ്യ. ആ സമയത്ത് ശ്രുതി വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ശ്രുതി നോക്കുമ്പോൾ അശ്വിനെ കാണുവാണ്. അശ്വിൻ ആ സമയത്ത് ശ്രുതിയുടെ അടുത്ത്, ശ്രുതി അത് എനിക്ക് എന്നിങ്ങനെ പറയാൻ പോകുമ്പോഴേക്കും ലാവണ്യ വരുന്നുണ്ട്. ശ്രുതി വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചോണ്ട് പോകുക കേട്ടോ. അങ്ങനെ അശ്വിൻ പറയാനും പറ്റിയില്ലല്ലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ലാവണ്യ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് പാർട്ടിയിലേക്ക് പോകുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അയ്യോ മേഡം ഇങ്ങോട്ടേക്കാണോ വരുന്നത്, ഞാൻ വരെ ഷോപ്പിങ്ങിനും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്, അതിന് ഇവിടെയാണെങ്കിൽ എന്താ എന്ന് പറയുകയാണ്. അയ്യോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മേഡത്തിന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത്, അയ്യോ നിന്നെ ഇവിടെ ആരും പിടിച്ച് തിന്നൊന്നുമില്ല, നോക്ക് അകത്താ പാർട്ടി നടക്കണത്, നിനക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അകത്തേക്ക് വരാം, അതല്ല നിനക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ നീ ഇവിടെ വെയിറ്റ് ചെയ്യും, മേഡം എപ്പോൾ തിരിച്ചു വരും, പാർട്ടിയല്ലേ കാർട്ടൂൺ ബേബി, പറയാൻ പറ്റില്ല, ചിലപ്പോൾ വൈകും, ചിലപ്പോൾ എങ്ങനത്തെ കോലത്തിലാണ് വരണേന്ന് പറയാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാവണ്യ അകത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് ശ്രുതിഷു ഇവിടെ പെട്ടും പോയി, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കിട്ട് പെട്ടെന്ന് പുറകിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ അശ്വിൻ അവിടെ നിൽക്കുവാട്ടോ. ആ സമയത്ത് അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി സർ എന്ന് പറയുവാണ്. ആ സമയത്ത് അശ്വിൻ പറഞ്ഞിട്ട്, ശ്രുതി അത് എന്ന് പറയുമ്പോൾ, വേണ്ട സാർ ഒന്നും പറയണ്ട, എനിക്കറിയാം ഇന്നത്തെ ദിവസം സാറിന് എന്നെ കാണുന്നത് ഇഷ്ടമല്ലെന്ന്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ലാവണ്യ മേഡം വരണമെന്ന് പറഞ്ഞു, അത് ഇവിടേക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സർ, ലാവണ്യ മേഡം അകത്തുണ്ട് സാർ, ലാവണ്യ മേഡത്തിനെ കാണാനല്ലേ വന്നിരിക്കണത്, സാർ അകത്തേക്ക് പോകും എന്ന് പറയുവാണ്. ഞാൻ എന്തായാലും സാറിൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ലെന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, നീ കുറേ നേരമായല്ലോ എവിടേക്കോ സംസാരിച്ച് പോണത് എന്നിങ്ങനെ പറയാണ്. എന്ത് ധൈര്യത്തിലാണ് നീ എന്നോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ, ഹൗ ഡയർ യു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഡയർ അതെ ഞാൻ ഡയർ തന്നെയാണ്, സാറിനെ മാത്രം ഡയറി സംസാരിച്ചാൽ മതി പോരല്ലോ, എനിക്കും സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒച്ചയെടുക്കുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി മനസ്സിൽ വയ്ക്കണം, ഞാൻ എന്തൊക്കെയാണ് സാറിനോട് പറയണത്. ശ്രുതി പെട്ടെന്ന് സൗണ്ട് ഒക്കെ താഴ്ത്തുവാണ്. ആ സമയത്ത് അശ്വിൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു, ഈശ്വര ഞാൻ ഇവരോട് സോറി പറയാനാണല്ലോ വന്നത്, പിന്നെ ഇവരോട് വഴക്കുണ്ടാക്കണം എന്തിനാണ് വീണ്ടും എന്ന് അശ്വിൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ പരസ്പരം ഒരു മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി ഇരിക്കുവാണ്. ശ്രുതിക്ക് പെട്ടെന്ന് വിഷമം വന്നിട്ട് ശ്രുതി അവിടെ ഇരിക്കുവാട്ടോ, അടുത്ത അവിടെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ നോക്കുവാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ നമ്മുടെ ശ്യാം നമ്മുടെ അച്ഛന് ഒരു മരുന്നെടുത്ത് കൊടുക്കുവാണ്. ആ സമയത്ത് ശ്യാം മേശപ്പുറത്ത് ഫോൺ വെക്കുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ശ്യാം എനിക്കൊരു അല്പം കുടിക്കാൻ വെള്ളം വേണമായിരുന്നു, അതിനെന്താ അച്ഛാ ഞാൻ എടുത്തിട്ട് വരാലോ എന്ന് പറഞ്ഞിട്ട് ശ്യാം അകത്തേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അച്ഛൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഷ്യാമിൻ്റെ ഫോൺ എടുക്കുകയാണ്.
അതിൽ രാജകുമാരി എന്ന് പറഞ്ഞ സേവ് ചെയ്തേക്കാണ് നമ്പറിൽ ഫോൺ വിളിക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഫോണിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ശ്യാം അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് അമ്മായി വരുന്നുണ്ട്. എന്താ ശ്യാമോനെ, അല്ല അച്ഛനെ കുടിക്കാൻ കുറച്ച് വെള്ളം അത് ഞാൻ കൊണ്ടുവന്നോളാം, ശ്യാമോൻ റൂമിലേക്ക് പോയിക്കോ. അല്ല ഞാൻ എടുത്തോളാം അമ്മായി, വേണ്ടെന്നേ മോൻ പോയിക്കോ എന്ന് പറയുവാണ്. അങ്ങനെ അമ്മായി വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്യാം ജസ്റ്റ് പെട്ടെന്ന് അകത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാം കാണും കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഒന്നും അറിയാത്ത പോലെ ഫോൺ അവിടെ, അത് എൻ്റെ കൈ തട്ടി ഫോൺ വീഴാൻ പോയി. അപ്പം ഞാൻ ഫോണൊന്നും എടുത്തതാണ്. എന്താ വെച്ചാൽ അച്ഛൻ ആരെങ്കിലും വിളിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ പറയണ്ടേ ഒന്നുമില്ല, ആരെയും വിളിക്കണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഫോൺ വെക്കുവാണ്. അതിന് അമ്മായി വെള്ളമായിട്ട് വരുന്നുണ്ട്. അച്ഛൻ ആ വെള്ളം മേടിച്ച് മരുന്ന് കഴിക്കുക കേട്ടോ. ശ്യാം ആ ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോവാണ്. അതിനുശേഷം ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, അച്ഛൻ അങ്ങനെ സംശയം തോന്നി, രാജകുമാരി ആരാണെന്ന് അറിയാനുള്ള സംശയമാണ് അച്ഛന്. അതുകൊണ്ട് രാജകുമാരി എന്ന് പറഞ്ഞ നമ്പറിൽ അഞ്ജലിയുടെ നമ്പർ മാറ്റി എൻ്റെ ക്ലൈൻറ്റ് മാലിനിയുടെ നമ്പർ സേവ് ചെയ്യാം എന്ന് ശ്യാം വിചാരിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. ഒരു ഭാഗം കൂടിയുണ്ട്. നമ്മുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലിയും ആകാശും മോഹനനങ്ങളൊക്കെ നിരന്നിരിക്കുവാണ്. അങ്ങനെ എല്ലാവരും വിഷമത്തിലിരിക്കുമ്പോഴേക്കും നമ്മുടെ മനോരമാൻറ്റി വരുന്നുണ്ടല്ല. എല്ലാവരും എന്താ ഇങ്ങനെ ശോകമായിട്ടിരിക്കുന്നത്, എന്തു പറ്റി? ഓ എനിക്ക് മനസ്സിലായി, കുഞ്ഞൻ ഗേൾഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് പുറത്ത് പോയിട്ട് ഇതുവരെ വന്നില്ല, അതാലോചിച്ചിട്ടായിരിക്കും അല്ലേ എന്ന് പറയുന്നിടത്താട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.